ഇടുക്കി തൊടുപുഴയിലെ മെത്ത ഫാക്ടറിയിൽ തീപിടുത്തം. കോലാനി മാർവൽ കമ്പനിയുടെ ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഫാക്ടറിയിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ട ഭാഗത്താണ് തീപിടിച്ചത്. തീ അണയ്ക്കാനെത്തിയ അഗ്നിരക്ഷാ സേനയുടെ വാഹനം തകരാറിലായി. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, തൊടുപുഴയിലെ മെത്ത ഫാക്ടറിയിൽ എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത്? തീപിടുത്തം അണയ്ക്കാനെത്തിയ അഗ്നിരക്ഷാ സേനയുടെ വാഹനമടക്കം തകരാറിലായത് പ്രതിസന്ധി സൃഷ്ടിച്ചോ? എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ തീ അടച്ചോ? എന്താണ് വിവരങ്ങൾ? അർജുന, 7 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ കോലാനി മാർവൽ, തൊടുപുഴയിലുള്ള കോലാനി മാർവൽ കമ്പനിയുടെ ഫാക്ടറിയിലാണ് തീപിടിച്ചത്. ഈ മെത്തകളുടെ വേസ്റ്റ് കൂട്ടിയിട്ട ഭാഗത്തായിരുന്നു ഈ ജീവനക്കാർ വേസ്റ്റ് കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ തീ ആളിപ്പടർന്നത്. പിന്നീട് തീ നിയന്ത്രണമാക്കാൻ സാധിച്ചില്ല. ഉടൻ തന്നെയാണ് ഇവർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും തൊടുപുഴയിൽ നിന്നുള്ള ആദ്യ ഫയർഫോഴ്സ് സംഘമാണ് ഈ തീ അണയ്ക്കാൻ എത്തിയത്. എന്നാൽ വഴിമധ്യേ തന്നെ ഈ ഫയർഫോഴ്സ് തകരാറിലാകുകയായിരുന്നു. പിന്നീട് കൂത്താട്ടുകുളത്തു നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് സ്ഥലത്ത് എത്തിയത്. ഏതായാലും ഇപ്പോൾ തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. തീ നിയന്ത്രണമാക്കിയിട്ടുണ്ട്. തീ കൂത്താട്ടുകുളത്തുള്ള ഫയർഫോഴ്സ് സംഘം എത്തി ഇപ്പോൾ ഏകദേശം തീ നിയന്ത്രണമാക്കിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അർജുന, നിലവിൽ നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ സാധിച്ചോ ബിനീഷ്? അർജുന, നാശനഷ്ടങ്ങൾ ഇല്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കും. കാരണം വേസ്റ്റ് കൂട്ടിയിട്ട മെത്തകളാണ് ഇത്തരത്തിൽ കത്തിപിടിച്ചത്. ഇതിൽ ജീവനക്കാർ ഈ വേസ്റ്റുകൾ കത്തിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ തീ ആളിപ്പടർന്നത്. ഏതായാലും ഇപ്പോൾ ഈ കൂത്താട്ടുകുളത്തുന്ന ഫയർഫോഴ്സ് സംഘം എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അർജുന, ശരി, ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ